ഇപ്പൊ അവര് സമാധാനത്തോടെ പോയിരിക്കുക. കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം. അവിടുത്തെ കാര്യങ്ങൾ വിദ്യ നോക്കിക്കൊള്ളൂ. അല്ല, നരേന്ദ്രൻ എവിടെ? നരേന്ദ്ര, നിന്റെ കയ്യിലാ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എല്ലാം ഞാൻ ഏറ്റാൻറ്റി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്നാ ഞാൻ അങ്ങോട്ട് പോവുക. ഓം നമഃ ശിവായ. ഇത് 12 ആണ്ടുകൊരിക്കൽ മാത്രം വരുന്ന അസുലഭ മുഹൂർത്തമാണ്. ശിവപുരാണത്തിൽ ഈ മുഹൂർത്തത്തെ പരാമർശിക്കുന്നുണ്ട്. സാക്ഷാൽ സതീദേവി പാർവതിയായി പുനർജന്മമെടുത്ത് ഭസ്മധാരിയായ പരമേശ്വരനെ പതിയാക്കാൻ തപസ് അനുഷ്ഠിച്ചതും ഈ സമയത്താണ്. അർദ്ധനാരീശ്വര ചൈതന്യം ലഭ്യമാകുന്ന മുഹൂർത്തം. സുമംഗലിമാർ താലി ഊരിയെടുത്ത് ദേവീ സന്നിധിയിൽ പൂജിച്ച് തിരികെ ഈ മുഹൂർത്തത്തിൽ ഭർത്താവിനെ കൊണ്ട് കെട്ടിച്ചാൽ അവൾ അവനിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കപ്പെടും. അവളില്ലാതെ അവനും അവനില്ലാതെ അവളുമില്ലാത്തൊരു മായാബാന്ധവത്തിലേക്ക് എത്തിച്ചേരും. വിദ്യേ, ഹരിതയോട് താലിപൂജയിൽ പങ്കെടുക്കാൻ പറ. ഹരിതേ, നിന്റെ ഭർത്താവെന്ന് പറയുന്നവനെ കൊണ്ട് തന്നെ താലി അഴിപ്പിച്ച് ആ തട്ടത്തിലേക്കിട്. ഈ വിവാഹം ഞാൻ അംഗീകരിക്കണമെങ്കിൽ മനോജ് ഇവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എനിക്ക് എന്റെ കണ്ണുകൊണ്ട് തന്നെ കാണണം. വന്ദന, താലി വെച്ച് തട്ടത്തിൽ വെച്ചോളൂ. ഒരിക്കൽ ഞാൻ പോലും അറിയാതെ ജഗൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലിയായത്. ജഗനാണ് എന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്നറിയാതെ ഈ താലി മഞ്ഞച്ചരടി നിന്നും ഞാൻ ചെയിനിലേക്ക് മാറ്റി. ഇനി ഈ താലി ഇവിടെ വെച്ച് വീണ്ടും അഴിക്കണമെങ്കിൽ ജഗൻ തന്നെ അത് അഴിക്കണം. എന്താ അഴിക്കുന്നില്ലേ? ഇല്ല, ഇത് ഞാൻ കെട്ടിയ താലിയാ. അതും ഞാൻ സ്നേഹിക്കുന്ന വന്ദനയുടെ കഴുത്തിൽ. ഞാനായിട്ട് ഈ ജന്മത്തിൽ അത് അഴിക്കില്ല.